ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോൻ്റെ ടൈറ്റിലെല്ലാം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. രാവിലെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം കേട്ടോ. 5:15 നമ്മൾ ഇറങ്ങി ഹോട്ടലിൽ നിന്ന്. 6:30 ട്രെയിൻ. നമ്മൾ താഷ്കണ്ടിൽ നിന്നും സമർഖണ്ഡിലേക്കും രാത്രി സമർഖണ്ഡിൽ നിന്നും ബുഖാറയിലേക്കുമാണ് ബുള്ളറ്റ് ട്രെയിനിൽ പോകുന്നത്. ആദ്യം താഷ്കണ്ടിൽ നിന്നും സമർഖണ്ഡിലേക്കുള്ള യാത്രയാണ്. ലഗേജ് എല്ലാം സ്കാൻ ചെയ്തതിന് ശേഷം നമ്മളിതാ താഷ്കണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ യാത്ര ഏർലി മോർണിംഗ് ആയ കാരണം റെയിൽവേ സ്റ്റേഷനിൽ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ ആ ഒരു വിചാരം വെറുതെ ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മളുടെ ട്രെയിൻ കറക്റ്റ് ടൈമിന് തന്നെ വന്നിട്ടുണ്ട്. ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അതിന് ക്രൂ അവിടെ ഫ്രണ്ടിൽ ഡോറിൻ്റെ അവിടെ എല്ലാ ഡോറിൻ്റെ അവിടെയും ഉണ്ടായിരിക്കും. നമ്മുടെ ടിക്കറ്റിൽ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ടാവും. ഏത് കമ്പാർട്ട്മെൻറ്റാണ്, ഏത് സീറ്റാണ് എന്നൊക്കെ. ആദ്യമായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ? ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ള സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാട്ടിൽ സാധാ ട്രെയിനിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഈ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും? പിന്നെ അത് മാത്രമല്ല, വേറൊരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ ഒരു ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ ലഗേജൊക്കെ എടുത്തു വെച്ചു. കയറുന്ന സ്ഥലത്ത് തന്നെ വലിയ വലിയ ലഗേജ് വയ്ക്കാനും പിന്നെ നമ്മുടെ മീതെ ഈ ഫ്ലൈറ്റിലൊക്കെ പോലെ ലഗേജ് വയ്ക്കാനുള്ള ചെറിയ പെട്ടിയൊക്കെ വയ്ക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ വേസ്റ്റ് ബീനാണ് കേട്ടോ. ഇതിലെന്താ ഇപ്പോൾ ഇത്ര വലിയ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ എല്ലായിടത്തും ഇതുപോലെ നമ്മളുടെ സീറ്റിൽ തന്നെ ഈ വേസ്റ്റൊക്കെ ഇടാനുള്ള ഒരു സൗകര്യം കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ ചാർജ് ചെയ്യാനുള്ള പോയിന്റ്, ലെഗ് റെസ്റ്റ് ചെയ്യാനുള്ള സംഭവവും പിന്നെ ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഫ്രീ വൈഫൈയും ഉണ്ട്. കറക്റ്റ് കാഴ്ചകളെല്ലാം കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള വിൻഡോ സീറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ദേ രുദ്ര രാവിലെ എണീറ്റ ക്ഷീണമൊന്നും അവനില്ല. എന്താ സംഭവം എന്ന് പോലും അറിയും തോന്നുന്നില്ല. പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവൻ സ്റ്റിക്കേഴ്സ് കൊണ്ടൊക്കെ ഒട്ടിച്ച് കളിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഞാൻ ഇവനെയും കൊണ്ട് ഫ്ലൈറ്റിലും പിന്നെ ഈ ഒരുപാട് നേരം കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കയ്യിൽ കരുതുന്ന കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള സംഭവമാണ് ഈ സ്റ്റിക്കേഴ്സ്. അതായത് മറ്റുള്ളവർക്ക് അധികം ഉപദ്രവമാവാത്ത രീതിയിൽ, എന്നാൽ നമ്മുടെ കുട്ടികൾ അത്യാവശ്യം അവർക്ക് എൻജോയ് ചെയ്ത് അവർക്ക് ഇഷ്ടാവുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതെപ്പോഴും ഞാൻ കൈ പിടിക്കാറുണ്ട്. അങ്ങനെ അവൻ അതിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ചെറുതായിട്ട് വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ട്രെയിൻ യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് കേട്ടോ ട്രെയിൻ പോകുന്നത്. ട്രെയിനിൽ ഒന്ന് എല്ലാവരും സെറ്റിലായപ്പോൾ തന്നെ നമുക്ക് അവർ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളും പിന്നെ ബട്ടറും ബ്രെഡും അങ്ങനെയുള്ള എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഹോട്ട് വാട്ടർ അവർ കൊടുന്ന് തരും സെപ്പറേറ്റ് ഈ കോഫിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൈ പിടിക്കും ചെയ്യാം. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ രാവിലെ നേരത്തെ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ താഷ്കണ്ടിലെ മർമറീസിൽ നിന്ന്. പക്ഷേ നമ്മളിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോവാണ് സമർഖണ്ഡിലേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ, രാവിലെ നേരത്തെ ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ രീതിയിലൊന്ന് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സാൻഡ്വിച്ച് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിട്ട്. പക്ഷെ അത് അവർ നല്ലൊരു ജസ്റ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിലെ ബാത്റൂമിൻ്റെ ഒരു ഏരിയ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലൈറ്റിലേക്ക് അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാത്റൂമൊക്കെ ആണെങ്കിലും ഫ്ലൈറ്റിലെ പോലെ തന്നെ. എടുത്തു പറഞ്ഞത് കാര്യം എന്താ വെച്ചാൽ വളരെ നീറ്റായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കച്ചറ അവിടെയും ഇവിടെയും കാണുക അങ്ങനെ ഒന്നുമില്ല. അതിപ്പോൾ എവിടെയാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ പോലും വളരെ നീറ്റായിട്ട് തന്നെയാണ് കേട്ടോ അവരെല്ലാം ട്രാൻസ്പോർട്ടേഷനും എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളുടെ ഫസ്റ്റ് ടൈം ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ആയ കാരണം തന്നെ മറ്റൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇത് കമ്പയർ ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റില്ല. അതായത് നമ്മൾക്കിപ്പോൾ ഇത് ശരിക്കും ഭയങ്കര ഫാസ്റ്റാണോ അല്ലെങ്കിൽ
കമ്പാരിറ്റീവ്ലി അതിനേക്കാൾ നല്ലത് ഇതാണ് അങ്ങനെയുള്ളൊരു കമ്പാരിസൺ വരുമല്ലോ. അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം അത് അങ്ങനെ ഒരുപാട് ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്തവർക്കാണ് അതിൻ്റെ ആ ഒരു നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളുടെ കറണ്ട് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അവർ ടിക്കറ്റിൽ കൊടുത്ത കറക്റ്റ് ടൈമിംഗ് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും ഇവിടെ സമർഖണ്ഡിൽ എത്തിയിട്ടുള്ളതും. സമർഖണ്ഡ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ അങ്ങനെ ബുള്ളറ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി സമർഖണ്ഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് അതിൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത കാരണം എനിക്ക് അതിൻ്റെ ശരിക്കുള്ള ഒരു വ്യൂ കാണിച്ചു തരാൻ പറ്റിയില്ല. ഈ ബുള്ളറ്റ് ട്രെയിനെ ഉസ്ബെക്കിസ്ഥാനിൽ പറയുന്നത് അഫ്രോസിയോബ് എന്നാണ് കേട്ടോ. അതായത് ഹൈ സ്പീഡ് ട്രെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മേജർ സിറ്റീസായ താഷ്കണ്ട്, സമർഖണ്ഡ്, ബുക്കാറ ഇതൊക്കെ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ട്രെയിൻ. പിന്നെ അത് മാത്രമല്ല 250 km/h ആണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. നമ്മൾ താഷ്കണ്ടിൽ നിന്ന് സമർഖണ്ഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 2 hours ആണ് ബുള്ളറ്റ് ട്രെയിനിൽ വന്നത്. അത് വളരെ കുറച്ച് സമയം തന്നെയാണ്, കാരണം നമ്മുടെ ഗൈഡിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എത്രയോ അവേഴ്സാണ് കാറിലൊക്കെ വരുമ്പോൾ അവർ പറയുന്നത്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനൊക്കെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റീസൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബുള്ളറ്റ് ട്രെയിൻ അല്ലെങ്കിൽ ട്രെയിൻ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. സമയം നമുക്ക് ഒരുപാട് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ട്രെയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു കാഴ്ചയും കണ്ടു. അങ്ങനെ നമ്മൾ താഷ്കണ്ടിൽ നിന്നും സമർഖണ്ഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സമർഖണ്ഡിലെ ഒരുപാട് നല്ല കാഴ്ചകളാണ്. സമർഖണ്ഡിലെ വലിയ വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണം നമ്മളുടെ ഗൈഡിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് താഷ്കണ്ടിലും സമർഖണ്ഡിലും ബുക്കാറയിലും വേറെ വേറെ ഗൈഡുകളാണ് ഉള്ളത്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം മൂന്നും വേറെ വേറെ സിറ്റികളാണ്. സിറ്റികൾ എന്ന് പറയുമ്പോൾ വളരെ അടുത്തടുത്ത് കിടക്കുന്ന സിറ്റികളല്ല, ഒരു സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റിയിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ യാത്ര എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.